വലിയൊരു നമസ്കാരം. വെൽക്കം ടു ദ വെജി പൂജ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവും. ചക്ക ചാവണി കൊണ്ടിട്ട് ഒരു മെഴുക്കുവരട്ടി എന്നൊക്കെ പറയാം. സംഭവത്തിന് ഒരു ട്വിസ്റ്റ് ഉണ്ടായി, അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അതറിയണമെങ്കിൽ ലാസ്റ്റ് വരെ എൻഡ് വരെ നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ചക്കച്ചവണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കച്ചോള എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പുറത്തെ പച്ച മുള്ളുണ്ടല്ലോ, അതിന് മുമ്പായിട്ടുള്ള ഒരു വൈറ്റ് ഭാഗമുണ്ട്, ആ ഭാഗത്തിന് ചക്കച്ചവണി എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക, ആലുവ ഭാഗത്തൊക്കെ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിന് പറയുക എന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എക്സ്പെരിമെൻ്റ് ആണ്. ഇതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ പട്ടാമ്പി ഇല്ലത്ത് അച്ഛൻ ചക്കയൊക്കെ ഇട്ടിട്ട് അത് അച്ഛനും അമ്മയും കൂടെ നന്നാക്കി നുറുക്കിയൊക്കെ തന്നു. അപ്പോൾ ഞാൻ വറുക്കുക എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള പരിപാടി മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് അച്ഛൻ അവിടെ നിന്നിട്ട് അതിൻ്റെ ആ വെള്ള ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് വെച്ച് നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഈ നാര് പോലെ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അതും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെഴുക്ക് വരട്ടിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് കറിയോ ചപ്പാത്തിക്കോ കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കാം, പുഴുക്കുണ്ടാക്കാം, അതിലേക്കൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ആ വെള്ള ഭാഗം മാത്രം എടുത്തിട്ട് നന്നായിട്ട് നുറുക്കി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കില്ലേ, അതുപോലെ വേണമെങ്കിൽ തോരനായിട്ട് വെക്കാം. പക്ഷെ ഞാൻ ഇന്ന് തോരനല്ല ഉണ്ടാക്കുന്നത്, ഒരു നാളികേരം ചേർക്കാത്ത മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതെന്താവും അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ വളരെ സിമ്പിൾ. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാം, അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്തുണ്ടല്ലോ ചെറുതായിട്ട് നമ്മൾ ഈ ചക്കച്ചോള എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗം കുറച്ച് ചിലപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ടാവും, അതും നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ചക്കച്ചോളയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളും ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക് വറുത്തിടാം, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവന്ന മുളക്, കറിവേപ്പില, ഇത്രയും സംഗതികളാണ് നമ്മൾ സാധാരണ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തിടുന്ന പോലെ തന്നെ വറുത്തിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പറഞ്ഞ ചക്കയുടെ എന്താ പറയുക, എന്തായാലും ചക്ക ചൗണിയുടെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഉള്ളി ചതച്ചിടാറുണ്ട്, അതൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ചക്കയ്ക്ക് ചക്ക കഴിച്ച ഗ്യാസ് വരുന്ന ടൈപ്പാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി ആഡ് ചെയ്യാം, കുരുമുളക് ആഡ് ചെയ്യാം. ഇതൊന്നും ആഡ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് വേവിക്കണമല്ലോ നമുക്ക്, അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഞാനിപ്പോൾ അമ്മോട് വലിയ കാര്യത്തിന് പറഞ്ഞു, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അമ്മ, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഉപ്പ് ഞാൻ ഇട്ടുമല്ലോ അല്ലേ, എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. നാട്ടിൽ സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു മടുപ്പ് തോന്നാറില്ല, കാരണം ഇടയ്ക്ക് വല്ലപ്പോഴും വരുമ്പോഴാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ പുതിയ സംഗതികളാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കുക്ക് ചെയ്യാനൊക്കെ താല്പര്യം തോന്നാറുണ്ട്. പിന്നെ അതുമല്ല ഇവിടുത്തെ ആ വെളിച്ചവും ഇവിടുത്തെ ആ ഒരു പാത്രങ്ങളും പിന്നെ അതിൻ്റെ ഈ പച്ചക്കറികളുടെയൊക്കെ ഒരു ടേസ്റ്റും വ്യത്യാസമുണ്ട്. ബാംഗ്ലൂർ കിട്ടുന്ന പച്ചക്കറികളുടെ ഒരു ടേസ്റ്റും നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളുടെ ഒരു ഇതും ഭയങ്കര വ്യത്യാസമാണ് ടേസ്റ്റിൽ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. പിന്നെ ഈ പറഞ്ഞ ചക്കച്ചൗണിക്ക് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് പറയുന്നത്, അത് വെച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ, അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് ഇനി തുടങ്ങിയിട്ട് ചക്ക വാങ്ങിക്കുമ്പോൾ ചക്കച്ചോളം എടുത്തിട്ട് ബാക്കിയുള്ളത് കളയണ്ടല്ലോ, നമുക്ക് ആ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം. അപ്പോൾ
എന്തായാലും ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനാണല്ലോ പുറപ്പെട്ടത്. അപ്പോൾ മെഴുക്ക് വരട്ടി എന്ന് പറയുമ്പോൾ നന്നായിട്ട് നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഈ പറഞ്ഞ കഷ്ണങ്ങളൊക്കെ ഏകദേശം വേറെ വേറെ ആയിട്ടൊക്കെ നിൽക്കുന്ന രീതിയിലാണല്ലോ മെഴുക്ക് വരട്ടി ഉണ്ടാവുക. പക്ഷേ ഞാനിത് ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് ഇങ്ങനെ കുഴന്നായിപ്പോയി. അപ്പോൾ ഏകദേശം ഒരു നമ്മൾ ചക്കയുടെ എന്താ പറയുക, നമ്മുടെ ചക്ക എന്തായാലും പറയണത് പുഴുക്ക്, ചക്ക പുഴുക്ക് ഉണ്ടാക്കുന്ന പോലത്തെയൊക്കെ ഒരു പരിവമായിപ്പോയി. എന്നാലും സ്മെല്ലിനും ടേസ്റ്റിനും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഗംഭീര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. ബാക്കിയുള്ള വീഡിയോസും കാണുക. പ്രത്യേകിച്ച് നമ്മുടെ 5 മിനിറ്റ് കൊണ്ടുള്ള ചപ്പാത്തി കറി പ്ലേലിസ്റ്റ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് റെസിപ്പീസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കറി റെസിപ്പീസ് അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഇങ്ങനെ കാണുന്നുണ്ട് വീഡിയോസ്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ചാനൽ. അപ്പോൾ അത് മറക്കാണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.